Season greetings to all of you, my dear students, parents and others. I am Dr. Venkateswaran from Brilliant Study Center, Pala. You know why I am here. Brilliant Study Center, Pala ഇത്തവണ ഒരു പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ബ്രില്യൻ്റ് ഒളിമ്പിയാഡ് ചാമ്പ്യൻ. ഇത് ഫൗണ്ടേഷൻ്റെ ഒരു പാർട്ടാണ്. ദാറ്റ് ഈസ് 3-in-1 പ്രോഗ്രാം. 3-in-1 പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വൺ ഈസ് ഫൗണ്ടേഷൻ, അത് 6th to 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്, ദെൻ ട്യൂഷൻ പ്രോഗ്രാം ഫോർ 6th to 10th, ബട്ട് ഒളിമ്പിയാഡ് ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ only 8th, 9th, 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്. മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒളിമ്പിയാഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടേ, അതാണ് ഞാൻ വന്നിരിക്കുന്നത്. വൈ ഒളിമ്പിയാഡ്? ഒളിമ്പിയാഡ് എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് വന്നത്. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനാണ്, വേൾഡ് ലെവലിൽ നടത്തുന്നതാണ്. നാഷണൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ നേഷൻസ് ഫോർ പെർഫോമിങ് ദർ സ്ട്രെങ്ത് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്. അവരവരുടെ രാജ്യത്തിൽ അവരവരുടെ ആ സ്ട്രെങ്ത്, സ്പോർട്സിലുള്ള സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ സ്ട്രെങ്ത് വിത്ത് റെസ്പെക്റ്റീവ് സബ്ജക്ട്സ്, സയൻസ്, മാത്സ് സബ്ജക്റ്റിൻ്റെ അവരുടെ സ്ട്രെങ്ത് ഷോ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. ആൻഡ് ഓൾസോ ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ടായിട്ടും കാണാം. ട്രെയിനിങ് ഗ്രൗണ്ട് ടു പെർഫോം ദെയർ സ്ട്രെങ്ത് ഇൻ സയൻസ് ആൻഡ് മാത്സ് സബ്ജക്ട്സ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, എന്തുകൊണ്ട് ഒളിമ്പിയാഡ് ബ്രില്യൻ്റ് എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റി വേണം, കോമ്പറ്റേറ്റീവ് എക്സ്പോഷർ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു പുതിയ കോഴ്സ്. നമ്മൾ വേൾഡ് ലെവലിൽ കോമ്പറ്റീഷനാണ് വരുന്നത്. ആ ഒരു കോമ്പറ്റീഷൻ മാത്സ് സബ്ജക്ട്സിലാണ് വരുന്നത്. മാത്സ് ഒളിമ്പിയാഡ് വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പിയാഡ് വരുന്നുണ്ട്. അത് ഓൺലി ഫോർ 8th, 9th, 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. മാത്സ് ഒളിമ്പിയാഡ് ഫോർ 8th to 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. സോ മെനി അതർ ഒളിമ്പിയാഡ്സ് ഓൾസോ. നമ്മുടെ ഇന്ത്യയിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ ആൾക്കാരുണ്ട്. റിലയൻസ് അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ നടത്തുന്ന ബിഗ് കോർപ്പറേറ്റ്സ് ഓൾസോ കണ്ടക്ടിങ് ഒളിമ്പിയാഡ്സ്. എന്തുകൊണ്ട് ഈ ഒളിമ്പിയാഡ് നമ്മൾ അപ്പിയർ ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്നത് പറയുകയാണെങ്കിൽ അതിന് സോ മെനി റീസൺസ്. എന്താ റീസൺ? നമ്മുടെ സ്കൂളിലെല്ലാം തിയറി പഠിപ്പിക്കും, അതിൻ്റെ കൂടെ ചെറിയ ചെറിയ കൺസെപ്റ്റും പഠിക്കും. ആ കൺസെപ്റ്റ് പഠിച്ചാൽ കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാകണമെന്നില്ല. ദാറ്റ് ഈസ് ഡീപ്പർ ആയിരിക്കും. നമുക്ക് JEE മെയിൻ, JEE അഡ്വാൻസ് ലെവലിലെല്ലാം പോകുമ്പോൾ അപ്ലിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്സ് ആണ് വേണ്ടത്. ആ അപ്ലിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്സ് വരുമ്പോൾ നമുക്ക് ആ തിയറിയും കൺസെപ്റ്റും സ്ട്രോങ് ആയിരിക്കും. ഹൗ വിൽ യു ടെസ്റ്റ് യു ഹാവ് ഗ്രാസ്പ് ദ കൺസെപ്റ്റ്? അതിലാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒളിമ്പിയാഡിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺസെപ്റ്റിന് എങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കി ടെസ്റ്റ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കൺസെപ്റ്റ്സ്. അതുവഴി കൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് പ്രോബ്ലം ആൻഡ് അനാലിറ്റിക്കൽ സോൾവിങ് സ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി യുവർ കോൺഫിഡൻസ് വിൽ ബി കൂടും, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ്, നിങ്ങളുടെ സ്കൂളിലുള്ള പെർഫോമൻസ്, സ്കൂളിലുള്ള എക്സാമിനേഷൻ ആണെങ്കിൽ ശരി, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണെങ്കിൽ ശരി, യുവർ അക്കാഡമിക് പെർഫോമൻസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഒളിമ്പിയാഡ്സിൽ കൂടി ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ ഫ്യൂച്ചർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. JEE മെയിൻ, JEE അഡ്വാൻസ്, നീറ്റ് എല്ലാം എഴുതുന്ന പറയാം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. ടൈം മാനേജ്മെൻറ്റ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒളിമ്പിയാഡ് എക്സാമിനേഷൻ എഴുതി നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടും. ടൈം മാനേജ്മെൻറ്റ് സ്കിൽ നിങ്ങൾക്ക് വേറൊരു ലെവലിലായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്നാൽ നിങ്ങൾക്ക് ഇതൊരു ഒളിമ്പിയാഡ് എക്സാമിനേഷൻ ഒരു പ്ലാറ്റ്ഫോം ടു ഷൈൻ. ആൾറെഡി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. യു ക്യാൻ അസസ് യുവർ സെൽഫ്. ഇതെല്ലാം കൂടി ചേർന്നാലാണ് നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ ബയോഡേറ്റ, നിങ്ങളുടെ പ്രൊഫൈൽ, ദാറ്റ് ഈ സ്കൂളിങ്ങിലുള്ള പ്രൊഫൈൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. 10th ക്ലാസ് കുട്ടികൾ ഞാൻ ഇന്ന എക്സാമിനേഷൻ പാസ്സായാണ്, ഞാൻ NTSC ഹോൾഡറാണ്, ഞാൻ NSCSC ഹോൾഡറാണ്. നിങ്ങൾക്കൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സം ഓഫ് ദ മേജർ ഒളിമ്പിയാഡ്സ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നത്. സോ മെനി ഒളിമ്പിയാഡ്സ് എല്ലാം ഉണ്ട്. ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ പാല ഈ ലാസ്റ്റ് 1 year ആയിട്ട്, ലാസ്റ്റ് 2 months ബാക്ക് ഒരു ബ്രില്യൻ്റ് ഒളിമ്പിയാഡ് ഡയറി എന്നൊരു ബുക്ക് ഇറക്കി. അതിൽ എല്ലാ ഒളിമ്പിയാഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു മേജർ ഞാൻ ഒളിമ്പിയാഡ് 5-6 പറയാം. വൺ ഓഫ് ദ ഒളിമ്പിയാഡ് ഈസ് ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പിയാഡ്. 2023-ലും 2024-ലും കണ്ടക്ട് ചെയ്തതാണ്. No other institute is giving such big prizes. We are giving a 16 lakhs rupees big
പ്രൈസ് മണിയായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേജ് SCRTയും സെക്കൻഡ് സ്റ്റേജ് NCRTയും ആണ്. ഇത് 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്കാണ് നല്ലത്. അവരാണ് എഴുതേണ്ടത്, എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. അങ്ങനെ വരുമ്പോൾ ഇത്തവണ ഈ എക്സാമിനേഷൻ ഫോർ ദ ലാസ്റ്റ് 2 years ഗവൺമെൻറ് അത് ടെമ്പററി ആയിട്ട് നിർത്തി വച്ചിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻട്രസ്റ്റഡ് ടു മോഡിഫൈ ദ സ്കീം. അവർ മോഡിഫൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്മിങ് അക്കാഡമിക്കിൽ അവർ തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ അടുത്തത് എന്ന് പറയാൻ നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ യൂണിഫൈഡ് കൗൺസിൽ ഹൈദരാബാദ്. അതും വൺ ഓഫ് ദ ലീഡിങ് ആൻഡ് റേറ്റിംഗ് ഉള്ള ഒരു എക്സാമിനേഷനാണ് ഒളിമ്പിയാഡ് എക്സാമിനേഷൻ. ആൻഡ് അതർ ഈസ് ഒളിമ്പിയാഡ്സ് കണ്ടക്റ്റഡ് ബൈ ദ SOF സയൻസ് ഒളിമ്പിയാഡ് ഫൗണ്ടേഷൻ. അവരെല്ലാ സബ്ജക്റ്റിലും പറയുന്നുണ്ട്. ദറ്റ് ഈസ് മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, GK, സൈബർ ഒളിമ്പിയാഡ്, എല്ലാ സബ്ജക്റ്റിലും അവർ ഒളിമ്പിയാഡ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. അനദർ ഈസ് കോർപ്പറേറ്റ് ലെവൽ, ദറ്റ് ഈസ് റിലയൻസ് ടൈംസ് ഓഫ് ഗ്രൂപ്പ് ഇന്ത്യ പോലെ ഇന്ത്യയിൽ കോർപ്പറേറ്റ്സ് ലെവൽസ് അവരും ഇന്ത്യയിൽ നിറയെ ഒളിമ്പിയാഡ് നടത്തുന്നുണ്ട്. ഇൻ അഡീഷൻ ആ ഒളിമ്പിയാഡ് ഡയറിയിൽ സോ മെനി അതർ ഒളിമ്പിയാഡ്സ് ആർ ദെയർ. നിങ്ങൾ അപ്പിയർ ചെയ്യുക. ദെൻ അറ്റ് ലാസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്, ജീവിതത്തിൽ ഒരിക്കലും ഇമ്പോസിബിൾ എന്നൊരു തിങ് ഇല്ല. എവറിത്തിങ് ഈസ് പോസിബിൾ. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. നിങ്ങൾക്ക് ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സക്സസ് വിൽ ബി അറ്റ് യുവർ ഫീറ്റ്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിൽ വരും, നിങ്ങളുടെ കാലിൽ വരും. അതാണ് നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ കയ്യിലായിരിക്കും വരുന്നത്. ഇഫ് യു ആർ ഹാവിങ് ഡ്രീം പ്ലസ് വർക്ക്. സോ ഡിയർ സ്റ്റുഡൻസ്, നോ ഫിയർ, നോ ലിമിറ്റ്സ്, നോ എക്സ്ക്യൂസസ്. ജീവിതത്തിൽ ഒരിക്കലും എക്സ്ക്യൂസ് എന്നുള്ള ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിന്ന് മാറ്റണം. ദെൻ എവറിത്തിങ് വിൽ ബി പോസിബിൾ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഫ്യൂച്ചറിൽ നിങ്ങളെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും വേണ്ടിയിട്ട് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു, ഓൾ ദ സ്റ്റുഡൻസ്. ഓൾ ദ വെരി ബെസ്റ്റ് ടു പേരൻസ് ഓൾസോ ഫോർ സപ്പോർട്ടിങ് യുവർ വാർഡ്സ് for successful examination career. Thank you all.